ഉപ്പുമുളകും ഫാമിലിയിലെ നന്ദൂസിനെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നന്ദൂസും ഹസ്ബൻഡും കൂടി അവരുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറേയധികം ബുദ്ധിമുട്ടുകളെയൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മളുണ്ടെങ്കിൽ ഇപ്പം കുറേയധികം കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളതൊന്നും എവിടെയും വന്ന് പറയുന്നൊന്നുമില്ല. പൈസയുടെ ബുദ്ധിമുട്ടാണെങ്കിലും ശരി, ഞങ്ങളതൊന്നും പറയുന്നില്ല. പക്ഷേ ചിലരൊന്നും അതറിയാതെ സംസാരിക്കുന്നു, നമ്മുടെ അടുത്ത് പെരുമാറുന്നു എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറയുന്നുണ്ട് അവർക്ക് കുറേയധികം കല്യാണം നടത്തിയതിൻ്റെ ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിലും, അതുപോലെ തന്നെ കാറിൻ്റെ EMI, അങ്ങനെ കുറേയധികം കാര്യങ്ങളുണ്ട്. നമുക്ക് ഒരു മാസം തന്നെ ഒരു 1,00,000-ന് മുകളിൽ ചിലവൊക്കെ ഉണ്ട്, ആവശ്യമായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പം നമ്മൾ പലരിടത്തും ആ സമയത്ത് ബുദ്ധിമുട്ടുള്ള സമയത്ത് പൈസ കടമായിട്ട് ചോദിച്ചിട്ട് പോലും ആരും ഞങ്ങളെ സഹായിച്ചിട്ട് ഒന്നും തന്നെ ഇല്ല എന്നുള്ള രീതിയിലൊക്കെ അവർ ആ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു വീഡിയോ വന്നതിന് ശേഷം കുറേയധികം പേര് കമൻറ്റിലൊക്കെ ചോദിച്ചത് എന്താ അച്ഛനും അമ്മയൊന്നും സഹായിച്ചില്ലേ എന്നുള്ള രീതിയിലൊക്കെ കമൻറ്റിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള മറുപടിയോ കാര്യങ്ങളോ ഒന്നും അവരൊന്നും പറഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു. എന്തായാലും ഈ ഒരു ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയൊക്കെ ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതിനകത്ത് അവരൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അച്ഛൻ ഗൾഫിലാണ്, അപ്പം അമ്മയും ഇപ്പം അവിടെ പോയി കുറച്ച് ദിവസം നിൽക്കുവാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ അവർക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അതിനകത്ത് ഇവർ വീഡിയോസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. ആ ഒരു വീഡിയോസിന് താഴെ ഇത് കണക്ക് വന്ന് കമൻറ്റ് ഇടുന്നുണ്ടായിരുന്നു, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടോ, കോൺടാക്റ്റ് ഒന്നുമില്ലേ, മിണ്ടത്തില്ലേ എന്നുള്ള രീതിയിൽ. അപ്പോഴത്തേനും അവർ കമൻറ്റ് ബോക്സിൽ വന്നിട്ടില്ല ഞങ്ങൾ തമ്മിൽ കോൺടാക്റ്റൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ. പിന്നെ ആ ഇട്ട വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ഇനിയിപ്പം നാട്ടിൽ ചെന്നിട്ട് വേണം കാര്യങ്ങളൊക്കെ, അമ്മ നാട്ടിൽ വന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ഓരോന്നൊക്കെ ഉണ്ടെന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ മകൻ്റെ കാര്യം മരുമകളുടെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ അവർ സംസാരിച്ചൊരു കാര്യമാണ് ഇപ്പം പണിയെടുക്കുന്നതിനെക്കുറിച്ച്, എവിടെ ചെന്നാലും കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് എടുത്തു വെച്ചിട്ട് കുറേയധികം പേര് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് മോനെ പറ്റിയൊക്കെയാണ് സംസാരിക്കുന്നത്, ഈ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും അത് ഇത് കണക്ക് അച്ഛനൊക്കെ പറയുകയാണ് എല്ലാത്തിനും ബുദ്ധിമുട്ട് കാണും എന്നുള്ള രീതിയിൽ അച്ഛൻ അത് ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം പേര് കമൻസൊക്കെ ഇടുന്നുണ്ടായിരുന്നു.